പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുജി കുഴുമ്പിലാണ്. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വീഡിയോ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ധീര വിപ്ലവകാരിയുടെ ശവകുടീരത്തിലെത്തിയ വിശേഷങ്ങളെക്കുറിച്ചാണ് കേട്ടോ. അത് നിങ്ങൾക്ക് തീർച്ചയായും അറിയാമായിരിക്കും. സഖാവ് വർഗീസിൻ്റെ മറവ് ചെയ്ത ആ ശവകുടീരത്തിന് മുമ്പിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും അതിൻ്റെ കൂടുതൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങളൊക്കെ നമുക്ക് ഈ അവസരത്തിൽ പരിശോധിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മറവ് ചെയ്ത സംസ്കാരം നടത്തിയ ആ സ്ഥലം ലക്ഷ്യമാക്കി ഞാൻ നടക്കുകയാണ് കേട്ടോ. ഇത് മാനന്തവാടിയിൽ നിന്നും 25 കിലോമീറ്റർ അകലെ വെള്ളമുണ്ട എന്ന് പറഞ്ഞ പ്രദേശത്താണ് അദ്ദേഹത്തെ സംസ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കുഴിമാടത്തിന് അടുത്തേക്ക് എത്തി. ഒരു വിജനമായിട്ടുള്ള റോഡിൽ നിന്ന് ഏകദേശം 50 മീറ്റർ അകലത്തെ ഒരു പറമ്പിലാണ് സഖാവ് വർഗീസിനെ മറവ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാണ് സഖാവ് വർഗീസിനെ മറവ് ചെയ്ത സ്ഥലത്തുള്ള അദ്ദേഹത്തിൻ്റെ കുടീരം കേട്ടോ. ഈ കാണുന്നതാണ് സഖാവ് വർഗീസിനെ മറവ് ചെയ്ത സ്പോട്ട് കേട്ടോ. കറക്റ്റ് സ്ഥലം. ഇവിടെ മുമ്പിൽ തന്നെയായി അതൊരു സ്തൂപവും കൂടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു ചുവന്ന പതാക ഇവിടെ പാറിക്കളിക്കുന്നുണ്ട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ പേരും ജനിച്ച വർഷവും അതുപോലെ തന്നെ മരണപ്പെട്ട വർഷവും അതിൻ്റെ ഡേറ്റും ഒക്കെ കൃത്യമായിട്ട് ഇവിടെ കാണാം. അതായത് അരിക്കാട്ടിൽ വർഗീസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ പേര്. ആ കുടുംബ പേര് അതുപോലെ തന്നെ ഈ സംസ്കരിച്ച സ്ഥലവും അദ്ദേഹത്തിൻ്റെ കുടുംബ സ്ഥലത്താണ് സംസ്കരിച്ചിരിക്കുന്നത്. നമുക്ക് ഇങ്ങോട്ട് മാറി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വശത്തു നിന്നും കൂടെ പരിശോധിക്കാം അദ്ദേഹത്തിൻ്റെ ശവകുടീരം. അതിനടുത്തായി തന്നെ ഒരു കാവ്യ ഭാഗം കേൾക്കാം. ബലികുടീരങ്ങളെ സ്മരണകളിരമ്പും രണസ്മാരകങ്ങളെ, ഇവിടെ ജനകൂടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ. വയലാറിൻ്റെ വരികളാണ്. അതിവിടെ ഒരു വലിയ ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. സംസ്കരിച്ച സ്ഥലത്തിൻ്റെ ചുറ്റുവട്ടവും നമുക്ക് പരിശോധിക്കാം. ഒരു വലിയ മാവ് ഇവിടെയുണ്ട്, ഒരു തണലേക്ക് നിൽക്കുന്നത് പോലെ. ഞാൻ വന്ന സമയം എന്ന് പറയുന്നത് ഒരു ഏപ്രിൽ മാസത്തിലാട്ടോ. അപ്പോൾ ഇതിൻ്റെ പരിസരങ്ങളൊക്കെ എന്താ പറയുക, കരികിലേക്ക് വീണ് അങ്ങനെ ആളുകളൊക്കെ ചിലപ്പോൾ അധികം ആളുകൾ സന്ദർശിക്കാത്തൊരു സ്ഥലമായിരിക്കാം. ഇപ്പോൾ ഇതാണ് ഈ പരിസരത്തൊക്കെ കാഴ്ച കേട്ടോ. ഒരു കൊടി. ഈ സഖാവ് വർഗീസിനെ സംസ്കരിച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മാനന്തവാടിയിൽ നിന്നും 25 കിലോമീറ്ററോളം അകലെയുള്ള, അതായത് കോഴിക്കോട് റോഡ് കുറ്റ്യാടി പേരാമ്പ്രയൊക്കെ ഭാഗത്തേക്ക് പോകുന്ന സ്ഥലത്തിന് ഇടയ്ക്കുള്ള വെള്ളമുണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ടൗണിൻ്റെ സമീപ പ്രദേശത്താട്ടോ. ഈ വെള്ളമുണ്ട എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററോ അല്ലെങ്കിൽ 3 കിലോമീറ്ററോളം ഒരു റോഡിൽ കൂടെ, ഒരു ചെറിയ PW റോഡിൽ കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സഖാവ് വർഗീസിൻ്റെ ശവകുടീരത്തിൽ എത്തിച്ചേരാൻ പറ്റും. 1970 ഫെബ്രുവരി 18 സഖാവ് വർഗീസ് പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ തിരുനെല്ലി കാടുകൾക്കടുത്ത് കൊല്ലപ്പെട്ടത്. അതിനുശേഷം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഒരു വെളിപ്പെടുത്തലിലൂടെ അതൊരു കൊലപാതകമാണെന്നും കോടതി കണ്ടെത്തുകയും
കൊലപാതകമാണെന്ന് ഒരു പോലീസുകാരൻ തന്നെ സ്വയം വിളിച്ചു പറയുകയും മലയാള മനോരമയിലൂടെ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി വീണ്ടും അത് അന്വേഷണം നടത്തുകയും അതിനുശേഷം അത് ഒരു കൊലപാതകമാണെന്ന് കോടതിയിൽ തെളിയുകയും അതിൻ്റെ ഭാഗമായി അന്നത്തെ കാലത്തുണ്ടായിരുന്ന പോലീസ് ഓഫീസർമാരെ കോടതി ശിക്ഷിക്കുന്ന ഒരു കാര്യവും ഒക്കെ നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ സഖാവ് വർഗീസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ പരിശോധിക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പിളർന്ന 1964 കാലഘട്ടം. കർഷക തൊഴിലാളി യൂണിയൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്നു അന്ന് സഖാവ് വർഗീസ്. വയനാട്ടിലെ ആദിവാസികളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി, അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്നതിനു വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി വർഗീസിനെ വയനാട്ടിലേക്ക് അയക്കുന്നു. വയനാട്ടിലെത്തിയപ്പോഴാണ് ജന്മിമാർ ആദിവാസികളെ ചൂഷണം ചെയ്യുന്നത് വർഗീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിൽ ക്ഷുഭിതനായ വർഗീസ് നക്സൽബാരി പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനാവുകയും ആദിവാസി നേതാവായിട്ടുള്ള ചോമൻ മൂപ്പനുമൊത്ത് നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തുകയും ചെയ്തു. തുടർന്ന് വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടത്താറുള്ള അടിമ വ്യാപാരം നിർത്തലാക്കുവാൻ വർഗീസിൻ്റെ ഈ ഇടപെടൽ സാധിച്ചിട്ടുണ്ട്. നക്സൽ ആക്ഷനിലൂടെ ഈ ദിവസങ്ങൾക്കിടയ്ക്ക് വർഗീസും സുഹൃത്തുക്കളും വാസുദേവ് അടിക, ചേക്കു എന്നീ ജന്മിമാരെ കൊലപ്പെടുത്തുകയായി ചരിത്രം പറയുന്നു. 1970കളിൽ സർക്കാർ നക്സൽ വേട്ട ശക്തമാക്കിയിരുന്നു. വയനാട്ടിലെ തിരുനെല്ലിക്കാടുകളിൽ വച്ചുണ്ടായ ഒരു ആക്ഷനിൽ 32ാം വയസ്സിലാണ് വർഗീസിൻ്റെ അന്ത്യം സംഭവിച്ചത്. മരിച്ച വർഗീസിനെ അടക്കം ചെയ്യുവാൻ സഭ തയ്യാറാവാത്തതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം സ്വന്തം വീട്ടുവളപ്പിൽ തന്നെ സംസ്കരിക്കുകയാണ് ഉണ്ടായത്. നക്സൽ അനുഭാവിയായ ഇട്ടിച്ചിരി മനിയമ്മ എന്ന സ്ത്രീയുടെ വീട്ടിൽ ഒളിച്ച് ഇരിക്കുന്നതിനിടയ്ക്കാണ് വർഗീസിനെ പോലീസ് പിടികൂടിയത്. തിരുനെല്ലി പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള കുമ്പറക്കുരിയിൽ വെച്ചാണ് മൃതദേഹം കണ്ടെത്തിയതായി പോലീസ് രേഖപ്പെടുത്തിയത്. ഒഴുകൻമൂല എന്ന് പറയുന്ന സ്ഥലമാണ് ഈ മൃതദേഹം സംസ്കരിച്ചിരിക്കുന്ന സ്ഥലത്തിൻ്റെ യഥാർത്ഥ പേരായിട്ട് കാണുവാൻ സാധിക്കുന്നത്. വെള്ളമുണ്ടയിൽ നിന്നും 2 കിലോമീറ്റർ മാറി ഈ ഒഴുകൻമൂലയിലുള്ള സ്ഥലത്താണ് നമ്മൾ ഈ കാണുന്ന വർഗീസിൻ്റെ ശവകുടീരമുള്ളത്. അടിയോരുടെ പെരിയോൻ എന്ന രീതിയിൽ ആ ചുരുക്കപ്പേരുകളിലാണ് വർഗീസിനെ ആദിവാസികൾ വിളിച്ചിരുന്നത്. ആണ് നക്സൽ വർഗീസിൻ്റെ കുടുംബ വീട്. ഈ കുടുംബ വീടിൽ നിന്ന് ഏകദേശം 50 മീറ്റർ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിലേക്കുള്ളത് കേട്ടോ. ഇപ്പോൾ ഈ സഖാവ് വർഗീസിൻ്റെ ഒരു അനിയൻ മാത്രമാണിപ്പോൾ അദ്ദേഹത്തിൻ്റെ തായ് വഴിയിൽ ജീവിച്ചിരിപ്പുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടു, പക്ഷേ അദ്ദേഹത്തിന് പഴയ കാര്യങ്ങളൊന്നും അത്ര കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ഇതാണ് വീട്. ഈ വീടിൻ്റെ സമീപത്ത് തന്നെയാണ് എന്നെ ഈ പറയുന്ന ശവകുടീരവും കേട്ടോ. ഏതെങ്കിലും രൂപത്തിലുള്ള രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഈ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. കേവലം ഇത് വളരെയധികം പ്രസിദ്ധമായൊരു ചരിത്ര സംഭവമായതുകൊണ്ട് തന്നെ ആ ചരിത്ര സംഭവത്തിൽ ഉൾപ്പെട്ട ആളുടെ ശവകുടീരം കാണണമെന്നുള്ളൊരു ആഗ്രഹം പണ്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി കൂടെ വന്നതാണ്. ആ കൂട്ടത്തിൽ ഇതിൻ്റെ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയം പ്രൊമോട്ട് ചെയ്യാൻ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഈ സഖാവ് വർഗീസിൻ്റെ ശവകുടീരത്തിൻ്റെയും അതുപോലെ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചെറിയ ചരിത്ര വിശദീകരണങ്ങളുടെയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.